Hello friends, welcome back to Grandeur. Yes friends, നമുക്ക് നമ്മുടെ സ്വന്തം ബ്രാൻഡഡ് ടീഷർട്ടും ബ്രാൻഡഡ് ക്യാപ്പും കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡിസൈൻ എങ്ങനെയുണ്ട്, നമ്മുടെ ക്യാപ്പിനെ പറ്റി, നമ്മുടെ ഡിസൈനെ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയാണെന്ന് നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ. അടുത്ത വീഡിയോ നമ്മൾ ഏതാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും നമുക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ പോളിഷിംഗ് മെഷീൻസ് ഏതൊക്കെ തരമുണ്ട്, അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ പോളിഷിംഗ് മെഷീൻസ് ഏതൊക്കെ തരം, അതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഷോ. അപ്പൊ നിങ്ങൾ കാർ ഡീറ്റെയിലിംഗ് വേൾഡിലേക്ക് ഒരു പുതിയ ആളാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊക്കെ റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക ഒന്ന് ഓർബിറ്റൽ മെഷീനും പിന്നെ ഒന്ന് റോട്ടറി മെഷീനായിരിക്കും. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ചില നമ്മൾ ഡ്യുവൽ ആക്ഷൻ മെഷീൻസും കൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് മെഷീനെ പറ്റിയായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവുക. എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഞാനൊരു പുതിയ ഡീറ്റെയിലിംഗ് ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ നമ്മളൊരു കാർ പോളിഷിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഏത് തരം പോളിഷിംഗ് മെഷീനാണ് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് ഞാൻ വാങ്ങിക്കേണ്ടത്? അപ്പോൾ നമ്മൾ പുതുതായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഇതിനെ പറ്റിയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. എന്താണ് ഈ മെഷീനുകൾ തമ്മിലുള്ള വ്യത്യാസം, ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ അതിനൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി നമ്മൾ കേട്ടിട്ടുണ്ടാവുക നമ്മൾ രണ്ട് ടൈപ്പ് പോളിഷിംഗ് മെഷീൻ ആയിരിക്കും. ഒന്ന് ഓർബിറ്റൽ അല്ലെങ്കിൽ ഡ്യുവൽ ആക്ഷൻ ടൈപ്പ് പോളിഷിംഗ് മെഷീൻ, പിന്നെ ഒന്ന് റോട്ടറി പോളിഷിംഗ് മെഷീൻ. സത്യം പറഞ്ഞാൽ 4 ടൈപ്പ് പോളിഷിംഗ് മെഷീൻ ഉണ്ട്. ഒന്ന് റോട്ടറി, അതാണ് നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ള മെഷീൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഇന്റർവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു 11 വർഷം മുമ്പാണ് പോളിഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം വാങ്ങിച്ച പോളിഷിംഗ് മെഷീനാണിത്. ഐഡിയൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മെഷീനാണിത്. ഇതിപ്പോഴും വർക്കിംഗ് ആണ്, ഒരു പ്രശ്നമില്ല. ഇതൊരു റോട്ടറി മെഷീനാണ്. അന്നൊക്കെ ശരിക്കും റോട്ടറി മെഷീൻ മാത്രമേ ഉള്ളൂ ഇവിടെ കിട്ടാൻ. ഈ ഡ്യുവൽ പോളിഷിംഗ് മെഷീൻ ഒന്നും അന്ന് വന്നിട്ടില്ല. അപ്പൊ അന്ന് ഈ ഒരു മെഷീൻ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സംഭവമാണ്. അപ്പൊ നമ്മളൊക്കെ അന്ന് കൈകൊണ്ട് വെച്ച് ഉരച്ച് ഈ പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അറിയില്ല. നമ്മൾ വാക്സ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് തുണിയിലൊക്കെ മുക്കി തേച്ചിട്ട് ഇതിനാണ് നമ്മൾ പോളിഷിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയ ഒരു മെഷീനാണിത്. അന്ന് ഇതിന് ഓൾമോസ്റ്റ് ഒരു 4000 രൂപയുടെ ചോടെ, 3500-4000 രൂപയുടെ ലെവലിലേ വരുന്നുള്ളൂ. ഇപ്പോഴും അതിനത്ര തന്നെ റേറ്റ് ഉള്ളൂ. പക്ഷെ നല്ല മെഷീനാണ്, കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ, ഒരു പ്രശ്നമില്ല, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഓർബിറ്റൽ മെഷീൻ എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഓർബിറ്റൽ മെഷീൻ. ഇത് ശരിക്കും ന്യൂമാറ്റിക് ആണ്, എയർ ആണ്. ഇത് എയർ സാൻഡർ ആണ് ആക്ച്വലി. ഇത് നമുക്ക് പോളിഷിംഗിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിന്റെ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക, ആക്ച്വലി ഈ ആക്ഷൻ കണ്ടോ? അതായത് നമ്മൾ കൈ കൊണ്ട് നമ്മളൊരു സർഫേസിന് മുകളിൽ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയല്ലേ വരും. ആ ഒരു ആക്ഷനെ മിമിക് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു ആക്ഷൻ. കണ്ടില്ല? ഇതാണ് ശരിക്കും ഓർബിറ്റൽ പോളിഷർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രസന്റേഷൻ ഞാൻ കാണിക്കാം. നോർമലി നമുക്ക് ഈ ഒരു 3 ടൈപ്പ് പോളിഷിംഗ് മെഷീനാണ് നമുക്ക് സാധാരണയായിട്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള പോളിഷിംഗ് മെഷീൻസ്. അതിൽ നമ്മൾ ഫസ്റ്റ് ഇസ്ത്രി ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് വന്നിട്ടുള്ള പോളിഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് റോട്ടറിയിലാണ്. അതായത് ഈ ഒരു മെഷീനാണ് നമുക്ക് ആദ്യമായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മെഷീൻ എന്ന് പറയുന്നത്. അത് ഇപ്പോഴും മാർക്കറ്റിൽ വളരെ സുലഭമായിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ഈ ഒരു മെഷീൻ തന്നെയാണ്. അതായത് ഇതിന്റെ റോട്ടറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റൊട്ടേഷൻ ആണ്. ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്. ഇത് കറങ്ങുക മാത്രമാണ് ചെയ്യുന്നത് ഒരു സെർട്ടൈൻ സ്പീഡിൽ. ഇപ്പൊ നമുക്ക് ആദ്യം വന്നിരിക്കുന്ന മെഷീനിന് സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് വന്നത്. ആദ്യത്തെ വന്നിരിക്കുന്ന മെഷീനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഡ്, ഒരു മോട്ടറിൽ ആ മോട്ടർ കറങ്ങുന്ന സ്പീഡിൽ, അത് മാക്സിമം സ്പീഡിൽ അങ്ങോട്ട് കറങ്ങുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നൊക്കെ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്താ പറയാ, നമ്മളുടെ യൂസ് ചെയ്ത് പരിചയമുള്ള ആളുകൾക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ പുതുതായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഒരുപാട് പെയിന്റ് കട്ടായി പോകുന്ന ചിപ്പിങ്, ബാക്കി സാധനങ്ങളൊക്കെ പൊട്ടിപ്പോകുന്ന ഭാഗങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അതിനൊരു സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മേലെ കണ്ടില്ല, ഇതാണ് ഇതിന്റെ സ്പീഡ് ഡയൽ. നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 1 to 6 വരെയാണ് ഇതിന്റെ സ്പീഡ് ഉള്ളത്. ഇതിന് RPM
ഒന്നാമത്തെ സ്പീഡിൽ വരുന്നത് 600 RPM, പിന്നെ ആറാമത്തെ സ്പീഡിൽ വരുന്നത് 3000 RPM ആണ്. ഇതാണ് എന്റെ ഫസ്റ്റ് മെഷീൻ. അപ്പൊ ഇതില് സ്പീഡ് ഡയൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് അല്ലേ ഈ ഒരു ആക്ഷൻ മാത്രമാണ് നമുക്ക് റോട്ടറി മെഷീനിലാണ് കിട്ടുന്നത്. പക്ഷെ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി പവർഫുൾ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പൊ പറയാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് 3 മെഷീൻ ഒന്ന് പരിചയപ്പെടാം. പിന്നെ മൂന്നാമതായിട്ട് വന്നിട്ടുള്ള മെഷീനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത്. ഇത് റാൻഡം ഓർബിറ്റൽ ഡുവൽ ആക്ഷൻ പോളിഷിംഗ് മെഷീൻ എന്ന് പറയും. അതായത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ഇതിന് ഈ ഒരു ആക്ഷൻ ഉണ്ട്, അതായത് ഓർബിറ്റൽ ആക്ഷൻ ഉണ്ട്. അതിനെ കൂടെ തന്നെ ഇത് റൊട്ടേറ്റും ചെയ്യും. പക്ഷെ ഇതിന് ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ത്രോ റേറ്റ്, അതായത് ഇതിന്റെ ഓർബിറ്റൽ റേറ്റ് എന്ന് പറയുന്നത് 8 millimeters ആണ്. അതേസമയം ഈ മെഷീൻ എന്ന് പറയുന്നത് 15 millimeters ആണ് ഇതിന്റെ ഓർബിറ്റൽ ത്രോ റേറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്കത് വർക്ക് ചെയ്ത് കാണിക്കാൻ ഞാൻ കണ്ടില്ലേ, ഈ സർക്കിൾ കണ്ടില്ല, ഇതാണ് ഇതിന്റെ ആക്ഷൻ. അതേസമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെറുതായിട്ട് കറങ്ങുന്നുണ്ട്. അതിനാണ് നമ്മൾ ഡുവൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ആക്ഷൻ, അതായത് ഓർബിറ്റൽ. ഇതിന്റെ ഈ ഒരു കറക്കം ഇല്ലാത്ത മെഷീനെയാണ് നമ്മൾ ഇതിൽ പറയുന്ന ഓർബിറ്റൽ മെഷീൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന മെഷീനാണ് നമ്മൾ ഡുവൽ ആക്ഷൻ ഓർബിറ്റൽ പോളിഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സർക്കുലർ മോഷൻ, ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു ഓർബിറ്റൽ ആക്ഷനും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരു റൊട്ടേഷനും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് വരുന്ന പോളിഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇത് LHR 15 Mark 3 എന്ന് പറഞ്ഞ മോഡലാണ്. റൂപ്പസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മോഡലാണ് ഇത്. ഇതിന്റെ തന്നെ ഇതിപ്പോ 15 millimeter ആണ് ഇതിന്റെ ഓർബിറ്റൽ ത്രോ റേറ്റ് വരുന്നത്. ഇതേപോലെ തന്നെ ഇതിന്റെ 21 millimeter ത്രോ റേറ്റ് വരുന്ന വേറൊരു മോഡലും കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പോളിഷ് ചെയ്യാൻ പറ്റുന്ന, അതായത് വലിയ വണ്ടിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് 21. ഇത് 15 ആണ്. ഇതാണ് നോർമലി എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒരു മെഷീൻ. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ആദ്യം നമ്മൾക്ക് വന്നിരിക്കുന്നത് ഈ റോട്ടറി മെഷീനാണ്. ഈ റോട്ടറി മെഷീനിന് ഒരു ഹാൻഡിൽ ഉണ്ട്, പിന്നെ ഇതിന്റെ ബട്ടൺ, ഇതിന്റെ കൺട്രോളിങ് നോബ്, പിന്നെ ബട്ടൺ, ഈ നമ്മുടെ ഈ ഒരു ബട്ടൺ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലോക്ക് ബട്ടൺ കൂടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് കുറച്ച് ആ ഒരു സ്പീഡിൽ നമുക്ക് കാണുന്നത് അത് നമ്മളുടെ റൂപ്പേഴ്സിനും വരുന്നുണ്ട്. ഒരുവിധം എല്ലാ പോളിഷിംഗ് മെഷീനും ഈ ഒരു ലോക്ക് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഈ ഡുവൽ ആക്ഷൻ പോളിഷിംഗ് മെഷീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പൊ പ്ലാനറ്റ്സ്, അതിപ്പോ നമ്മളുടെ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മളെ അച്ചുതണ്ടില് ഒരു കറങ്ങിക്കൊണ്ടാണ് നമ്മളുടെ സൂര്യനെ വലം വെക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെയാണ് ഇത്. ഇപ്പൊ ഇതിന്റെ അച്ചുതണ്ടാണ്, ഇതിന്റെ ആക്സിസ് ആണെന്ന് കണക്കാക്കുക. അപ്പൊ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതിവിടെ സ്വയം തിരിയുന്നുണ്ട്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമ്മളുടെ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന പോലെ തന്നെ ഇത് ഇങ്ങനെ, അതായത് ഇതിന്റെ ആക്സിസിന് പ്രദക്ഷിണം കൂടെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇത് നേരത്തെ സ്ലോ ആയിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇതിനകത്ത് നമുക്ക് എന്ത് വരുന്നില്ല, നമുക്ക് അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടേഷൻ നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മൾ ഇതിന്റെ സ്പീഡ്, ഇതിന് ഈ ഒരു ബട്ടന്റെ മേലെ തന്നെ നമുക്ക് ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതാണ് ഇതിന്റെ Mark 3 ഏറ്റവും വലിയ ഗുണം. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഒരു മെഷീനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ വേറെ വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഇത് നമ്മള് മാക്സിമം സ്പീഡ് ആക്കിയിട്ടിട്ട്, ഇതിന് 6 ആണ് ഇതിന്റെ മാക്സിമം സ്പീഡ് വരുന്നത്. ഇതിന് 6 സ്പീഡിൽ വരുന്നത് 5200 ആണ് ഇതിന്റെ റെവല്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്പീഡിൽ വെച്ച് നമുക്ക് ഇത് കറക്കി നോക്കാം.
ശ്രദ്ധിക്കുന്നത് കണ്ടില്ലേ ആ ആക്ഷൻ, അതായത് ഈ ഒരു ഓർബിറ്റൽ ആക്ഷന്റെ കൂടെ തന്നെ റൊട്ടേഷനും കൂടെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രത്യേകതരം ഫ്രീക്വൻസി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പോളിഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കിട്ടുന്ന ഒരു വർക്കിംഗ്. കണ്ടില്ലേ, ഇതാണ് അതിന്റെ ആ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റൊട്ടേഷനും ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ഇത് റിവോൾവും കൂടെ ചെയ്യും. മറ്റേ മെഷീനിൽ നേരത്തെ പറഞ്ഞ ഈ ന്യൂമാറ്റിക് മെഷീനകത്ത് വരുന്നത് ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ, അതിന് കൂടെ ഇത് കറങ്ങില്ല. ഇതിന്റെ ഓർബിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഒരു മിനിറ്റിനകത്ത് 2500 മുതൽ 6000 വരെ ഓസിലേഷൻസ് ആണ് നമുക്ക് ഇതിന്റെ ഈ ഒരു ആക്ഷനകത്ത്, റൊട്ടേഷൻ കൂടാതെ നമ്മളുടെ ഈ ഒരു ആക്ഷൻ ഓർബിറ്റൽ ആക്ഷൻ പറഞ്ഞില്ല. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഒരിക്കലും നമുക്ക് ഹാൻഡ് ആപ്ലിക്കേഷൻ നമുക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് പണ്ട് മുതൽ ചെയ്തു വന്നിരുന്ന ഈ ഒരു ആക്ഷൻ തന്നെയാണ്. അതിന്റെ എത്രയോ മടങ്ങ് സ്പീഡിൽ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു മെഷീൻ നമ്മളുടെ പോളിഷിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ ഏരിയ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നെ അവസാനമായിട്ട് വരുന്ന 4ാമത്തെ പോളിഷിംഗ് മെഷീനാണ് ഇത്. അതായത് ഈ ഡുവൽ ആക്ഷൻ റാൻഡം ഓർബിറ്റൽ മെഷീനും അതേപോലെ ഈ റോട്ടറി മെഷീനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെയിന്റ് ഡിഫക്ട് റിമൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ പെയിന്റ് ബേൺ ചെയ്യാൻ ചിലപ്പോൾ പെയിന്റ് മൊത്തത്തിൽ പോകാനും ചാൻസ് ഉണ്ട്. ഈ റോട്ടറി പോളിഷിംഗ് മെഷീന് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിംഗ് പ്ലേറ്റ് മാറ്റാൻ. ഇതിന് വരുന്നത് വെറും 500 വാട്ട്സ് ആയിരുന്നു. പക്ഷേ ഈ 500 വാട്ട്സ് പവർ മോട്ടറാണ്. ഇതിന്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2730 ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് 1100 വരുന്നത്.